പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂൺ 8 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അങ്ങയുടെ മക്കളെ ഞാൻ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടെ ഇന്നത്തെ യാത്ര നീ ആശീർവദിക്കണമേ. വലിയ മഴയും കോളും കാറ്റും വാഹനങ്ങൾ ദൗർലഭ്യതയും പലതരത്തിലുള്ള തിരക്കുകളും, കുഞ്ഞുങ്ങൾ അഡ്മിഷന് വേണ്ടി പോകുന്നവരുണ്ട്, പുതിയ സ്കൂളിലേക്ക് പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, അവരെ കൊണ്ട് ആക്കുന്ന അമ്മമാരുണ്ട്. അവർക്ക് പനിയും ജലദോഷങ്ങളൊന്നും വരാതെ അവരെ സംരക്ഷിക്കുകയും കുഞ്ഞുങ്ങളെല്ലാം നന്നായി പഠിക്കാനുള്ള ആർത്തിയും ആഗ്രഹവും കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവരും
പലരും നാട് വിട്ടു പോകാൻ ആഗ്രഹിക്കുമ്പോൾ നാട് വിട്ടു പോകേണ്ടാത്തവർക്ക് പോലും കർത്താവ് തങ്ങൾക്ക് എന്തോ കുറവുണ്ടെന്ന് പറഞ്ഞ് തങ്ങൾക്ക് നടക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ജീവിതം ഇങ്ങനെ മുട്ടി പോലെ നിൽക്കുന്നവരുണ്ട്. ഈശോയെ, ആവശ്യമില്ലാത്ത ടെൻഷൻ, മറ്റുള്ളവരെ ഭാരം കൊടുക്കുന്ന, അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നുണ്ട്. ഈശോയെ, അവരെല്ലാം കർത്താവെ നിന്നെ സത്യത്തോടെ തേടുന്നവരും അവർ ആത്മീയ ഉപദേശം പോലും കിട്ടാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാരെ നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, നിൻ്റെ വലിയ ചൈതന്യം മക്കളിലേക്ക് ആവശ്യിക്കണമേ. ഏതെല്ലാം തരത്തിൽ മക്കൾ അധൈര്യരാകുന്നുവോ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾ അധൈര്യരാകുന്നുവോ, വാക്കുകൊണ്ട് വാപൊളിച്ച് മിണ്ടാനറിയാൻ പാടില്ലാത്തവർ, പറഞ്ഞാൽ തെറ്റിപ്പോകുന്നവർ, പറഞ്ഞാൽ മറ്റുള്ളവർ സ്വരമുണ്ടാക്കി സത്യത്തെ അടിച്ചമർത്തി കളയുന്നവർ, അതുകൊണ്ട് തങ്ങൾ ജീവിതത്തിൽ തോറ്റുപോകുന്നവർ, ഇങ്ങനെ അതുകൊണ്ട് മാർജിനലൈസായി പോയി സൈഡിലായി പോകുന്ന ആൾക്കാർ ഇങ്ങനെ കുടുംബത്തിലും പൊതുസമൂഹങ്ങളിലും ഉണ്ട്. കർത്താവെ, അവർക്കെല്ലാം വേണ്ടി വാദിക്കണമേ. കർത്താവെ, നിൻ്റെ ദൂതനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോരോ കാര്യത്തെ എനിക്ക് പറയാൻ ആരുമില്ല, എനിക്കൊരു ഉപദേശം തരാൻ ആരുമില്ല. ഞാൻ എന്താണ് പഠിക്കേണ്ടത്, എവിടെയാണ് പോകേണ്ടത്, ഞാൻ കേൾക്കണത് ശരിയാണോ, ഞാൻ അവിടെ തന്നെയാണ് പോകേണ്ടത്, അതുകൊണ്ട് ഞാൻ ഗതി പിടിക്കുമോ, ആരോട് ചോദിക്കാൻ, ആര് പറയാൻ എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്നവരെ ഞാനിപ്പോൾ ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അവരിൽ ഇറങ്ങി വസിച്ചുകൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ അവർക്ക് പോകേണ്ട വഴി, നീ പോകേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുന്ന അരുളി ചെയ്ത കർത്താവിൻ്റെ വാഗ്ദാനം പാലിക്കാൻ വാഗ്ദാനത്തിൻ്റെ പേടകമായ പരിശുദ്ധ ദേവമാതാവ് നിനക്ക് വേണ്ടിയും നിൻ്റെ കുടുംബത്തിന് വേണ്ടിയും നിൻ്റെ ജീവിതത്തിന് വേണ്ടിയും നീ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ നമുക്ക് തെറ്റു പറ്റിപ്പോയി എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ, തെറ്റിൻ്റെ കാരണങ്ങൾ ഈശോ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. തെറ്റു വരാനുള്ള സാധ്യതകൾ, സാഹചര്യങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ. അതിലൊന്ന് മത്തായിയുടെ സുവിശേഷം 22:29. യേശു മറുപടി പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. എന്താ വിഷയം? വിശുദ്ധ ലിഖിതം എന്ന് പറഞ്ഞാൽ, വചനം എന്ന് പറഞ്ഞാൽ, ഈശോ അതിൻ്റെ തത്സമമായിട്ട് പറയുന്ന കാര്യം ദൈവത്തിൻ്റെ ശക്തി എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വചനത്തിനെക്കുറിച്ച് തന്നെയാണ് ഈശോ അതിൻ്റെ വചനം എന്താണെന്ന് പറയണത്. വചനം എന്താണ്? ദൈവത്തിൻ്റെ ശക്തിയാണെന്ന്. അതാണ് നമ്മൾ റോമ 1:16 ഇടയ്ക്ക് വായിക്കാറില്ലേ? സുവിശേഷം ദൈവത്തിങ്കിലേക്ക് നയിക്കുന്ന, രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. വചനം ശക്തിയാണ്. അപ്പോൾ ഈ വചനം ശക്തിയാകുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, അത് എങ്ങനെയാണ്? ഇപ്പോൾ ചില ആൾക്കാർ വചനം എഴുതുന്നവരുണ്ട്, ഇല്ലേ? എൻ്റെ അടുത്ത് ഇന്നാൾ ഒരു സഹോദരി നല്ല കളർഫുള്ളായിട്ട് ഗോൾഡ് കവറിട്ട് എൻ്റെ സൈഡിലെല്ലാം ചുവപ്പ് മഷി ചായം തേച്ച് ഒരടിയടി ബൈബിൾ തന്നെ അവർ കണ്ട് 3 വർഷം എന്തോ എടുത്ത് എഴുതിയതാണ് കൈകൊണ്ട്. ബൈബിള് കൈകൊണ്ട് എഴുതുന്ന കുറേ മനുഷ്യരുണ്ട്. അവരതിനോട് കാണിക്കുന്ന റെഫറൻസ് ഭയങ്കരമാണ്. അതിനെടുക്കുന്ന സമയം, അതിന് വേണ്ട ദൈവസ്നേഹം, അതൊരു സാക്ഷ്യമാണ് ശരിക്കും. പക്ഷേ പലതരത്തിൽ നമുക്ക് വചനത്തെ ഗ്ലോറിഫൈ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഈശോ പറയുമ്പോൾ, വചനം എന്ന് പറയുമ്പോൾ ഈശോ പറയും, അത് ബേസിക്കായിട്ട് വാട്ട് ഈസ് ഇറ്റ്? പവർ ഓഫ് ഗോഡ് എന്ന് പറയും, ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ ഈ വചനം എഴുതുമ്പോഴാണ് നമുക്ക് ശക്തി കിട്ടുന്നത്? അത് വചനം കേൾക്കുമ്പോഴാണ് നമുക്ക് ശക്തി കിട്ടുന്നത്? അത് വചനം ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ശക്തി കിട്ടുന്നത്? അത് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. ഇപ്പോൾ ഈശോ പറഞ്ഞത്, ഇപ്പോൾ 22-29 മത്തായിയുടെ സുവിശേഷത്തിൽ എന്താ ഈശോ പറയണത്? വിശുദ്ധ വചനമോ ദൈവത്തിൻ്റെ ശക്തിയോ. അപ്പം വിശുദ്ധ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നു. അപ്പം വിശുദ്ധ വചനത്തിൽ വരണമെല്ലാം ദൈവത്തിൻ്റെ ശക്തിയാണ്. പക്ഷേ വചനം വായിക്കുമ്പോൾ എഴുതുമ്പോഴോ ആ ശക്തി നമ്മളിലേക്ക് ഒരു മെറ്റാബോളിസം നടക്കുന്നുണ്ടോ, ഒരു പചന പ്രക്രിയ നടക്കുന്നുണ്ടോ എന്നുള്ള വേറെ വിഷയമാണ്. കാര്യം നമുക്കറിയാം, ഇപ്പോൾ വിത്ത് ദൈവവചനമാണെന്ന് പറയുന്നില്ലേ, വിത്ത് വചനമാണെന്ന് പറയുന്നില്ലേ? ഇപ്പം നെല്ലിൻ്റെ വിത്ത്
വചനത്തെക്കുറിച്ച് പറയുമ്പോൾ വിത്ത് വചനമാണ്. വചനത്തെ വിത്തായിട്ടാണ് കർത്താവ് ഒരു ഉപമയെ പറയണത്. ലൂക്കാ 8:11 വിത്ത് ദൈവവചനമാണ്. വിത്ത് ദൈവവചനമാണ്. അപ്പോൾ ദൈവവചനത്തെ അവിടെ വിത്തെന്നാണ് വിളിക്കണം. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഇപ്പോൾ ഈ നെല്ലിൻ്റെ വിത്ത് അത് എനർജി ആയിട്ട് ദൈവത്തിൻ്റെ വചനമോ ദൈവത്തിൻ്റെ ശക്തിയോ, അപ്പോൾ അറിയാത്ത കൊണ്ട് ഞങ്ങൾക്ക് തെറ്റ് സംഭവിക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ വിത്ത് എപ്പോഴാണ് ശക്തിയായിട്ട് മാറണത്? ഇപ്പം നെല്ല് തന്നെ എപ്പോഴാണ് ശക്തിയായിട്ട് മാറണത്? അത് ചോറാകുമ്പോഴാണ്. എങ്ങനെയാണ് അതിനെ വേവിക്കണത്? വചനത്തെ വിത്താകുന്ന വചനത്തെ വേവിക്കണത് എങ്ങനെയാണ്? അത് ദൈവസ്നേഹത്തിൻ്റെ ചൂടിലാണ് ഈ സംഭവം വേകണത്. അതിൻ്റെ വെള്ളമുണ്ട്. ആ വെള്ളം ചിലപ്പോൾ പ്രത്യാശയാകും, അല്ലെങ്കിൽ വിശ്വാസമാകും. അപ്പം ഈ വിത്ത് വേവിച്ച് കഴിയുമ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ദൈവിക പുണ്യങ്ങളിലാണ് ഈ വിത്ത് ചോറാകണത്, എന്നാൽ ഭക്ഷിക്കാൻ പറ്റുന്ന പരുവത്തിലാകണത്. വചനം ഇപ്പം നിങ്ങൾ എഴുതിയാലും നിങ്ങൾക്ക് ദൈവസ്നേഹം ഇല്ല, പ്രത്യാശയില്ല. അതുപോലെ തന്നെ അപ്പം നിങ്ങളവർക്കും പ്രത്യാശയില്ലാത്ത ഒരു വചനം എഴുതുകയെന്ന്. വചനം ആർക്കും എഴുതാമല്ലോ. പക്ഷേ ഈ വചനത്തിന് അത് എഴുതുമ്പോഴും പറയുമ്പോഴും, ഞങ്ങളെപ്പോലെ പറയുമ്പോഴും, ഈ വചനം എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നെല്ല് ചോറാകണമെങ്കിൽ അത് പുഴുങ്ങണം. അതിനെന്തൊക്കെ വേണം? അതിന് തീ വേണം, വെള്ളം വേണം, കലം വേണം, കുറേ സാധനങ്ങൾ വേണം. അപ്പോൾ ഇത് എല്ലാം ഉപയോഗിച്ച് അത് ചോറാക്കി കഴിയുമ്പോൾ, നമ്മൾ ചോറ് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചോറെന്താണ്? ചോറ് കഴിക്കുമ്പോൾ അത് അന്നജം അല്ല അന്നജമായി മാറുന്നു. അന്നജമായി മാറ്റുമ്പോൾ ചോറിൻ്റെ അകത്ത് എന്താ ഉള്ളത്? അതിൻ്റെ അകത്ത് സ്റ്റാർച്ചുണ്ട്. ദഹിച്ച് കഴിയുമ്പോൾ എന്താ വരുന്നത്? പചന വ്യവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, പചനം ദഹിച്ച് കഴിയുമ്പോൾ, അല്ല ചോറ് ദഹിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് സ്റ്റാർച്ച് വരും, ഷുഗർ വരും. എനർജി കണ്ടൻ്റാണ് ഷുഗർ. പിന്നെ 7% പ്രോട്ടീൻ വരും. അപ്പോൾ ഈ പ്രോട്ടീന്, സ്റ്റാർച്ചും ഗ്ലൂക്കോസും ഒക്കെ പിന്നെ എന്ത് ചെയ്യും? അത് ബ്ലഡിലോട്ട് കലരും. ബ്ലഡിലോട്ട് കലർന്ന് ബ്ലഡ് എന്ത് ചെയ്യും? ബ്ലഡ് ഇത് കോശത്തിന് കൈമാറും. അപ്പോൾ കോശം എന്ത് ചെയ്യും? കോശം ഇതിൻ്റെ അകത്തു നിന്നുള്ള മിനറൽസ് എടുത്തിട്ട് കഴിച്ച് ശക്തി പ്രാപിച്ച് ബലം പ്രാപിച്ച് വരുമ്പോൾ അത് കോശം മൾട്ടിപ്പിളാവും, അത് വിഭജിക്കും. അങ്ങനെ മനുഷ്യർ വളരണത്. അപ്പം അവിടെയാണ് ഈ വിഷയം വരുന്നത്. ഇപ്പം ദൈവവചനത്തെയോ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയണം എന്ന് പറയുമ്പോൾ ഈ വചനം ദഹിച്ചാൽ മാത്രമേ ഇത് പവറായിട്ട് വരത്തുള്ളൂ. അത് ഭയങ്കര സീരിയസാണ്. ഇപ്പം ആ വചനം ദഹിക്കുമ്പോൾ എന്ത് വരും? ദഹിക്കുമ്പോൾ നമ്മൾ ക്യാപ്ചർ ചെയ്തു. പിന്നെ നെല്ലില്ല, വചനമില്ല, ചോറില്ല എന്ന് പറഞ്ഞാൽ അത് ബ്ലഡായി മാറി, ക്യാപ്ചർ ചെയ്തു. ഇപ്പം ഞങ്ങളൊക്കെ പുറത്തൊക്കെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ഇവിടുന്ന് ഒരു സാക്ഷ്യം കൊണ്ടുപോകും, നല്ല സാക്ഷ്യം നോക്കി. എന്ത് ചെയ്യും? ആ വിദേശ രാജ്യത്ത് പോയി അവിടെ കമ്പ്യൂട്ടറിലായിട്ട് അത് കൊടുക്കുമ്പോൾ ഒരു പെൻഡ്രൈവിലാണ് കൊടുക്കുന്നത്. പെൻഡ്രൈവ് കൊടുക്കുമ്പോൾ ഉടനെ അവരത് ക്യാപ്ചർ ചെയ്തിട്ട് പെൻഡ്രൈവ് നമുക്ക് ഇങ്ങോട്ട് തരും. ആ ക്യാപ്ചറിങ്, ഈ വചനം ക്യാപ്ചർ ചെയ്യണതാണ് എനർജി ആയിട്ട് മാറണത്. ഇത് അപ്പം ഞാൻ ചോദിക്കുക, ഇപ്പം നിങ്ങൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളൊരു മുറി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനിയത്തി അല്ലെങ്കിൽ ചേച്ചി ട്യൂഷന് പോയിരിക്കുക. അപ്പോൾ അമ്മ പറയും, മുറിയൊക്കെ അടിച്ചിട്ട് മക്കളെ. അപ്പം പിന്നെ ആകുമ്പോൾ മുറിയൊക്കെ സന്ധ്യപ്രാർത്ഥന സമയമായെന്നൊക്കെ പറയുമ്പോൾ ഉടനെ അനിയത്തി പോയിട്ട് ഒരു മുറി അടിക്കും. അടിച്ചിട്ട് അവരവിടെ പോകും, അവളൊന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അപ്പം വരും പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ ഇത് അടിച്ചില്ലേ ഈ മുറിയൊന്നും? അപ്പോൾ അമ്മ മകളെ നോക്കും, അടിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനടിച്ച്, എൻ്റെ മുറി ഞാനടിച്ച്, അത് ചേച്ചിയുടെ മുറിയാണ്, ചേച്ചി വരുമ്പോൾ അടിക്കുമെന്ന്. അതാണ് വിഷയം. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയാണ്, ഈ വചനങ്ങളൊക്കെ അറിയാം, പക്ഷേ ഇത് എനർജി ആയിട്ടില്ല. കാര്യം നമുക്കൊരു സഹനവും ഒരു വർക്ക് ചെയ്യുമ്പോൾ, വർക്ക് തരുമ്പോൾ നമ്മൾ നമ്മുടേത് മാത്രം ചെയ്തിട്ട് വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയെന്ന് ഓർക്കണം, തിന്നായിരിക്കുകയല്ല. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ പോലും മനുഷ്യർ, കാര്യം ദഹിക്കാത്ത വചനങ്ങൾ ഭയങ്കരമായി ഇന്നത്തെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. വചനങ്ങൾക്ക് കേൾക്കണതിൻ്റെ ഒരു കുഴപ്പമില്ല, അതാ നെല്ലായിട്ട് അങ്ങനെ ഇരിക്കും, ദഹിക്കത്തില്ല ഈ സംഭവം. കർത്താവ് എന്താ പറഞ്ഞത്? അപ്പോൾ ഇത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബോഡിയിൽ ശക്തിയായിട്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. അപ്പം ദൈവശക്തി നമ്മളെ ആയിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ എളുപ്പമാകും. പരിശുദ്ധാത്മാവ് പറയുന്നത്, ഈശോ എന്താ പറഞ്ഞത്? നിന്നോട് 1 മൈൽ ദൂരം പോകാൻ ആഗ്രഹിക്കുന്നവർ 2 മൈൽ പോകണമെന്നല്ലേ മകളെ പറഞ്ഞത്?
കാര്യം എന്താ, ഈശോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങൾ നിങ്ങളെ ഓർപ്പിച്ച് തരുമെന്നാണ്. അപ്പോൾ വചനം നമ്മൾ കേട്ട് വചനം ദഹിച്ചു ദൈവസ്നേഹമായിട്ട് നിറഞ്ഞ് പവറായി നിൽക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വർക്കിംഗ് ചെയ്യും. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ആലോചനയുടെ ഓർമ്മയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് പറയും, മകളെ ഈശോ എന്താ പറഞ്ഞത്, 1 മൈൽ പോകാൻ നിങ്ങൾ നിർബന്ധിക്കുന്ന കൂടെ 2 മൈൽ പോകണമെന്നല്ലേ പറഞ്ഞത്. അപ്പോഴുടനെ ആ പരിശുദ്ധാത്മാവിന് അവൾക്ക് വ്യാഖ്യാനം കൊടുക്കും. ആ ശരിയാണ്, എന്നോട് 1 മുറി അടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് 2 മുറി അടിക്കണം. അതാണ് വിശുദ്ധ വചനമോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാതെ മനുഷ്യന് തെറ്റ് സംഭവിക്കുന്നത്. പക്ഷെ നമ്മളെപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ കേൾക്കുന്ന ധ്യാനമൊക്കെ ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ 10-100 ധ്യാനം കൂടി ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരാ പഴയ അവസ്ഥ തന്നെ, പെരുമാറ്റത്തിലും രീതിയിലുമൊക്കെ പഴയ അവസ്ഥ തന്നെ. അവർ തന്നെ നമ്മൾ പറയുമ്പോഴൊക്കെ അത് മനസ്സിലാകണതേ. ഇപ്പം ഞാൻ നിങ്ങൾ എത്ര ധ്യാനം കൂടി എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഇങ്ങോട്ട് പറയും, ഞാൻ അച്ഛാ എല്ലാ മാസവും കൂടും ധ്യാനം, എല്ലാ മാസവും ധ്യാനം കൂടുമെന്ന്. ഓരോ സ്ഥലത്ത് ഒരു വിദേശ രാജ്യത്ത് ചെന്നപ്പോൾ പറഞ്ഞു, ഞാൻ എല്ലാ മാസവും ഇവിടെ ധ്യാനമുണ്ട്, എല്ലാ മാസവും വന്ന് കൂടും. പക്ഷേ ഇന്ന് വരെ ഈ പചന വ്യവസ്ഥ നടന്നിട്ടില്ല. വിത്തായിട്ട് തന്നെ ഇരിക്കുന്നു. അത് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുകയും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പ്രതലമായി മാറുകയും പരിശുദ്ധാത്മാവ് ആലോചനയുടെ വ്യാഖ്യാനങ്ങളിലെയോ പ്രാർത്ഥനാപരങ്ങളിലെയോ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ നയിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ള ദുരവസ്ഥയാണ്. അപ്പം ഇത് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ നിറയാനും ദൈവവചനവും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ശക്തിയും അറിയാത്ത കർത്താവിൻ്റെ കാലത്തെ ആൾക്കാരെ പോലെ ആവാതെ ഈ വചനത്തിൻ്റെ സമൃദ്ധിയുടെ ഈ വസന്ത മഴയിലെ അത് അവളും ആഹരിക്കുകയും അത് ദഹിച്ച് കർത്താവിൻ്റെ ശക്തിയിൽ ജീവിക്കാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.